ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ അങ്ങോട്ട് കാര്യമായിട്ടൊന്നും വരുന്നില്ലല്ലേ. സംഭവം നമ്മളെ വീഡിയോക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വീഡിയോ ഇടാതിരിക്കലില്ല കേട്ടോ. ഷോർട്ടോ ലോങ്ങോ ഒക്കെ ആയിട്ട് അങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോസ് എന്തായാലും ഇടലുണ്ട്. ഇപ്പം അങ്ങോട്ട് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ പുരയിലാണ് ഉള്ളത്. ഇപ്പം നമ്മളെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ പുരയിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ വന്നാൽ എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ. ആ ഒരു കാര്യം അങ്ങോട്ട് മറന്നു പോകും. കാരണം നല്ല വീഡിയോ എടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടാവും. സംഭവം നമ്മളെല്ലാവരും കൂടെ കലപിലേക്കും പുരയിൽ വന്നാലും ഉമ്മയും ഉപ്പച്ചും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് വീഡിയോൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു പോകും കേട്ടോ. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കൂലേ. നമ്മളെ പുരയൊക്കെത്തി നമുക്ക് എല്ലാത്തിനും മടി തന്നെ ആയിക്കൂലേ. എനിക്കൊക്കെ ഇല്ലേ ഇവിടെ വന്നാൽ പണികളൊക്കെ ഞങ്ങൾ മൂന്നാളും കൂടെ തന്നെയാണ് കേട്ടോ എടുക്കുക. അമ്മാനെ ഒറ്റയ്ക്ക് അങ്ങനെ പണിയെടുപ്പിക്കാനൊന്നും ഞങ്ങൾ നിൽക്കൂല കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ ഉമ്മ തന്നെയാണ് എടുക്കുക. ചായം കടി ആക്കലും ചോറും കറി അങ്ങനത്തെ പണികളൊക്കെ ഉമ്മ തന്നെയാണ് കേട്ടോ. അധികം പണി ഉമ്മാക്ക് തന്നെ ആയിരിക്കും ഞങ്ങളെല്ലാം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ അടിക്കുക തുടക്കുക കഴുകൽ മോറൽ അങ്ങനത്തെ പണികളൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ എടുക്കുക. ഞങ്ങൾ മൂന്നാളും കൂടെ ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കഥയും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ഇവിടെ വന്നാൽ സത്യം പറഞ്ഞാൽ നേരത്തെ കുളിക്കാൻ വരെ മടിയായിക്കും കേട്ടോ. വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ കുളിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഇരിക്കും. നമ്മൾ അവിടെ നിന്നുള്ള പോലെയല്ല കേട്ടോ ഇവിടെ വന്നാൽ. അതെന്തായാലും വേറെ ഒരു സന്തോഷവും ഒരു ഇതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പം ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് നാട്ടിൽ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. ഒപ്പച്ചിൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ് വടകര. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്നലെ തന്നെ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ബസ്സിൽ കയറണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ ഇന്നലെ ഇങ്ങോട്ട് പോകുന്നു. രാവിലെ എന്തായാലും ഇപ്പോൾ ബാവലിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തൂലല്ലോ. അതാണ് പിന്നെ ഞാൻ തലേന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല ബാക്കി എല്ലാവരും നമ്മൾ കെട്ടിച്ചോര് കസിൻസും എല്ലാവരും തലേ ദിവസം തന്നെ ഓരോരുത്തരുടെ പുരയിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ കല്യാണത്തിന് പോകാനുള്ളത് പ്രമാണിച്ച് ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ടുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാനും ആജു നിച്ചുമോളെ കൊണ്ട് ഇടിച്ചാണ് കേട്ടോ മൈലാഞ്ചിയൊക്കെ. എന്തായാലും ഞാനും ഉമ്മയും ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ 5 മണീനെക്കാട്ടി മുന്നേ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇനിയിട്ട് നമുക്ക് അങ്ങനെയല്ലേ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചിന്തയിൽ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ കുറേ ആയിട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് ഒന്ന് പോയിട്ട്. അപ്പം അതിൻ്റെ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ രാവിലത്തെ ചായക്കടിയൊക്കെ അത് ആക്കുകയാണ് കേട്ടോ. 7 മണി 7:30 ആകുമ്പോഴത്തേക്കും മാറ്റി ഒരുങ്ങി പുരേന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉമ്മ ഉഴുന്നും അരിയൊക്കെ തലേന്ന് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ അരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്ന ദോശയും ചട്ടിനിയും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തീ കത്തിച്ചിട്ട് ആദ്യം രാവിലെ തന്നെ ആയതുകൊണ്ട് മക്കളൊന്നും പച്ചവെള്ളത്തിൽ കുളിക്കൂല. അപ്പോൾ ഉമ്മ കുളിക്കാൻ വേണ്ടിയിട്ട് ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ എണീച്ചൊക്കെ വരുന്നുണ്ട്. വരുന്നവർക്ക് വേഗം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണമൊക്കെ ഉണ്ട്. പിന്നെ അതാ ഉമ്മ ഒരടുപ്പിൽ നിന്ന് ദോശ ചുടുന്നുണ്ട് കേട്ടോ. ദോശ ചുട്ട് വേഗം കാസറോളിലാക്കി വെക്കുന്നുണ്ട്. എല്ലാവരും പാടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനൊന്നും ഇപ്പോൾ ഇന്ന് ഇരുന്നിട്ടില്ല കേട്ടോ. കുളിച്ച് മാറ്റി വരുന്നവർക്ക് വേഗം ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വേഗം ഗ്യാസുമെന്ന് ചട്ടിനിയും ഉണ്ടാക്കി. ദോശയും ചട്ടിനിയും അതിനിട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഞങ്ങളെ ചായ കുടിയും കുളിയും മാറ്റലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെയും പോകാനുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വല്ലാണ്ട് അങ്ങോട്ട് നിൽക്കലും നടക്കൂലല്ലോ. നമ്മൾ പോകാനുള്ള ഒരുക്കവും പിന്നെ ബാക്കി പണിമലേക്കൊന്നും ഞങ്ങൾ വല്ലാണ്ട് നിന്നില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് അടിച്ചു വാരിയിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിയും കഴിഞ്ഞ് മക്കളെയൊക്കെ മാറ്റി ഒരുക്കി നിർത്തി ഞാനും ആജു ഞങ്ങളൊക്കെ അതാ കുളിയും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് ഷോ കാണിച്ചതാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ പുരയത്തെ കോലത്തിൽ വീഡിയോ എടുത്ത് അതാണ് കേട്ടോ ഓള് പറയണത്. ഞാൻ അങ്ങനെ മുഖം അങ്ങനെ അങ്ങോട്ട് ഇങ്ങനത്തെ രീതിയിൽ വീഡിയോ എടുക്കലില്ലല്ലോ. അപ്പം ഞാൻ ഓളോട് പറയാണ് പുരയത്തെ കോലത്തിൽ മുഖം എങ്ങാനും കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവുന്നു. ഓളതും ഇൻ്റെതും എല്ലാവരുടെ കോലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ എവിടെയെങ്കിലും മാറ്റി ഒരുങ്ങി പോകുമ്പോഴല്ലേ ഒരു മനുഷ്യക്കോലൊക്കെ ഉണ്ടാവുക. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കൊണ്ടുപോകാൻ നമ്മളെ ബാഗും കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അങ്ങനെ കുറച്ച് ഓർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ ബാഗിലും ഒക്കെ മക്കൾക്കുള്ള എടുത്തേണ്. വാജു എടുത്തേണ്. പിന്നെ എന്താ കുപ്പിയിൽ വെള്ളവും അതും ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉപ്പച്ചി ഉമ്മ ഞങ്ങൾ മൂന്നാളും പിന്നെ ഞങ്ങൾ 2 മക്കളൊക്കെയാണ്. ഉപ്പച്ചി വന്നിട്ടില്ല കേട്ടോ. ഉപ്പച്ചിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ് കുറച്ച് മേലെ മെയിൻ റോട്ടിലാണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ബസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലി മൊത്തം ഇത് എൻ്റെ കുടുംബമാണ്.
മൊത്തം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് വല്യമ്മച്ചി വല്യപ്പയും മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഇതാ ബാക്കോട്ട് ഇരുന്നിക്കണം. ഞങ്ങൾ പിന്നെ ആദ്യമേ തീരുമാനിച്ചിരിക്കണം ബേക്കിൽ അങ്ങോട്ട് പോവാന്നുള്ളത്. നമ്മളെ എന്താ പറയുക, ആ ഒരു ജപയും കളിയും ഇതൊക്കെ അങ്ങോട്ട് ബേക്കിൽ നിന്ന് അങ്ങോട്ട് നടന്നോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഉപ്പച്ചിൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങൾ, മൂത്തമ്മമാരും മേമമാർ, അതുപോലെ മൂത്താപ്പാരും എളാപ്പാരും എല്ലാവരും ഓരൊക്കെ മുന്നിൽ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കസിൻസ് മൊത്തം ബേക്കോട്ട് അങ്ങോട്ട് മറിഞ്ഞാണ്. ഇത് പിന്നെ എൻ്റെ ആങ്ങളെയാണ് കേട്ടോ, മൂത്ത ആങ്ങളെയാണ്. നമ്മൾ കസിൻസിൽ മൂത്ത ആങ്ങളെയാണ്. അപ്പം ഒരു ഗൾഫിലാണ് കേട്ടോ, വന്നിട്ടില്ല ഇനി. അപ്പം അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുമ്പം വരാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കോൾ ചെയ്തത് ഇനി ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കുമ്പം പിന്നെ കുഞ്ഞു കുട്ടിപ്പട്ടാങ്ങൾ മൊത്തം ഇതാ ബേക്കോട്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഐറ്റുകൾ എല്ലാം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ടോ, ഞങ്ങളൊക്കെ കല്യാണം എല്ലാവരെയും കെട്ടിക്കണേൻ്റെ മുന്നേ ആയിരിക്കും ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും പാടെ നാട്ടിലോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകുക. എന്താ പറഞ്ഞാൽ അതും പോവലിങ്ങനെ ബസ്സിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ട്രാവലർ ആയിരിക്കും, അല്ലെങ്കിൽ ഉപ്പച്ചീൻ്റെ ജീപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോവലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു 10-11 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിലിപ്പോൾ 2-3 കുറച്ച് ആൾക്കാർ, ഞങ്ങളൊന്നും മാപ്പിളമാർ വന്നിട്ടില്ല കേട്ടോ. കെട്ടിച്ച് വിട്ട ഞങ്ങൾ ആരെയും ഇക്കമാരാരതും വന്നില്ല. ഞങ്ങൾ ഉപ്പ, വല്യമ്മച്ചി, വല്യപ്പ, ഉപ്പ, ഉമ്മ, ഞങ്ങളെ മക്കളും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. എന്തായാലും മറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. ഓരുണ്ടെങ്കിൽ നമ്മൾ ഈ വല്ലാണ്ട് തുള്ളിച്ചാടലും കളിയൊന്നും നടക്കൂലല്ലോ. എന്താ പറഞ്ഞാൽ ഓരോ മുന്നിൽ നമുക്ക് ലേശം ഒരു അച്ചടക്കവും ഒതുക്കും ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് നമുക്ക് മടിയുമാണല്ലോ. ഇത് നമ്മൾ മാത്രമാകുമ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഏതോ ഒരു വീഡിയോസിലൊക്കെ ചിലപ്പോൾ എനിക്ക് കമൻറ്റ് വരലുണ്ട്, ഇത്താക്ക് സിബിലിങ്സ് കസിൻസ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഇതാ മക്കളെ കണ്ടോളി, ഇത് മൊത്തം എൻ്റെ കസിൻസ് തന്നെയാണ്. ഞങ്ങൾ വല്യപ്പ വല്യമ്മച്ചിക്ക് എത്ര മക്കളാണ്? 8 മക്കളാണ് കേട്ടോ. 6 ആണും 2 പെൺകുട്ടികളാണ് ഉള്ളത്. അപ്പം അതിലൊക്കെ ഉള്ള മൊത്തം മക്കളും എല്ലാം കൂടെ ഞങ്ങളെ കസിൻസ് തന്നെയാണ്. പിന്നെ ഞങ്ങളെ കുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്തായാലും മതി മറന്നുള്ള ഡാൻസും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കടന്നു പോയ ഒരു ദിവസം തന്നെയായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുത്തത് ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ പിന്നെ ഞായറാഴ്ചയാണ് ഞാൻ വോയിസൊക്കെ കൊടുക്കുന്നത്. എന്നാൽ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിയും ചെറിയൊരു തൊണ്ടവേദന, ഇപ്പോഴും ആ ഒരു ജലദോഷം ഒന്നും അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല. അതാ പിന്നെ ആ വീഡിയോ ഒന്ന് വോയിസ് കൊടുക്കാതെ അങ്ങനെ അങ്ങോട്ട് നിന്നതേ ഇനി കേട്ടോ. എന്തായാലും ബസ് പൊളിച്ചടക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഈ ആദ്യം തന്നെ തുള്ളാനും ചാടാനും ഇറങ്ങിയത് ഞങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മളെ മക്കളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഒരു ഇരുന്ന് കാണുകയാണ് ഉമ്മാരൊക്കെ എന്താണ് ഇവർ ഈ കാട്ടി കൂട്ടണേ എന്നുള്ളത്. ഇതൊക്കെ എൻ്റെ കസിൻസ്, ആങ്ങളമാർ, എളാപ്പാൻ്റെ മക്കൾ, അതുപോലെ എൻ്റെ ഉപ്പച്ചീൻ്റെ പെങ്ങളെ മക്കൾ, എൻ്റെ എളാപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ കുറച്ച് ആൾക്കാരാണ് ഒന്ന് എത്താണ്ടായി പോയത്. എല്ലാവരും വീഡിയോ കാര്യങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഇപ്പം അടുത്ത ഷോ കാണിക്കൽ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടതാണ്. എല്ലാവരും മൈലാഞ്ചി ഇട്ടിക്കണം കേട്ടോ. എല്ലാവരും ഇന്നലെ തലേന്ന് പുരയിൽ വന്നിട്ടേ, സാധാരണ നമ്മൾ പെരുന്നാൾക്കൊക്കെ തന്നെയാണ് മൈലാഞ്ചിയുടെ, കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ വേണം പോവാൻ എന്നുള്ള ആ ഒരു ഇത്. ഞങ്ങളില്ലേ സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ സീറ്റ് വെറുതെ കഴിഞ്ഞിട്ട് ആരും ഇരുന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ മീനങ്ങാടി മുതൽ ഞങ്ങൾ വടകര കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലെങ്കിൽ മൊത്തം ഞങ്ങൾ നൃത്തവും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് വണ്ടിയിലത്തെ പാട്ട് അങ്ങോട്ട് നിർത്തി വെച്ചു. പിന്നെ ഞങ്ങൾ പാടാൻ തുടങ്ങി കേട്ടോ. ഇതാ വെള്ള ഷർട്ട് ഇട്ടില്ല, എൻ്റെ അപ്പച്ചിൻ്റെ അനിയനാണ് കേട്ടോ, ഇളയ അനിയനാണ്, നല്ല പാട്ട് പാടും. അപ്പോൾ മൈക്കൊക്കെ ഉണ്ടായിന് കേട്ടോ ബസ്സിൽ. പിന്നെ ഞങ്ങൾ പാട്ട് അങ്ങോട്ട് ഓഫാക്കി ഞങ്ങളെ പാട്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങളെ കലാവിരുതുകളൊക്കെ അങ്ങോട്ട് പുറത്തങ്ങോട്ട് കൊണ്ടുവന്നു കുറേ കാലത്തിന് ശേഷം. പിന്നെ ബസ്സിൽ നിന്ന് തന്നെ കഴിക്കാൻ കുറേ ബേക്കറി, നുറുക്കും, അതുപോലെ കടല, അങ്ങനെയൊക്കെ എല്ലാവരും ഓരോന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ കഴിച്ചു. ദൂരം വരെ വരാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ചെറുതായിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മളെ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ബസ് ഇങ്ങോട്ടേക്ക് വരില്ലേന് കേട്ടോ, കുറച്ചധികം ഒന്ന് നടക്കാനുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പോൾ ബസ് കുറച്ച് മേലെ നിർത്തി. പിന്നെ വല്യമ്മച്ചി വല്യപ്പ അവരൊക്കെ ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വിട്ടു. ബാക്കി ഞങ്ങൾ നടക്കാൻ പറ്റണവരെല്ലാവരും നല്ല കഥയും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുന്നു കേട്ടോ. നല്ല ചൂടാണ് ഇവിടെ. നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളവിടുത്തേനെക്കാട്ടും ചൂടാണല്ലോ. അപ്പോൾ പിന്നെ വന്ന് വേഗം വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പുതിയ എണ്ണീനെയൊക്കെ കണ്ടു. അകത്ത് കയറിയാലും നമുക്ക് ഇവിടെ ഉണ്ട്. ഉപ്പച്ചിൻ്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചത് വടകരക്കാണ്
വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ അമ്മായിനെയൊക്കെ കണ്ടു. എല്ലാവരെയും കാണുമ്പം നമുക്കൊരു കാണാതെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എപ്പോഴും നമ്മളെല്ലാവരും കാണേ ഒത്തുകൂടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ അത് നമ്മളെ ആങ്ങളാരും അതുപോലെ എളാപ്പ ഇവരെല്ലാവരും ഞങ്ങൾ വന്നവരും ഞങ്ങൾ വേഗം ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ആണുങ്ങൾ ഓരെല്ലാവരും വിളമ്പാനും പ്ലേറ്റും ഗ്ലാസ്സും എടുക്കാനും കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, അതിന് ഫുഡ്, പിന്നെ അതിനുള്ള സാലഡും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ചെക്കൻ വരുന്നത് വരെ നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചങ്ങ് എല്ലാവർക്കും എത്തേണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ചെക്കൻ വരുന്ന വരെ ഒന്നും ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെക്കൻ വരാനൊക്കെ കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വയനാട്ടിലേക്ക് എത്തുകയും വേണ്ടേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞാൽ പോയമ്പാടെന്നല്ല, ഒരു 3 മണി 3:30 ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ അതേപോലെ വന്ന പോലെ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതാ പോണ വഴിക്ക് ചെറിയൊരു കട കണ്ടായിരുന്നു. അപ്പോൾ മൂത്താപ്പ അവിടുന്ന് വത്തക്ക വാങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. ഇപ്പോൾ മൂത്താപ്പാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മക്കൾ പാട്ട് പാടുകയാണ് മുറിക്കിന് കണ്ടപ്പോഴേ. അപ്പോൾ അത് മുറിച്ച് എല്ലാവർക്കും ഇത് അവിടെ തന്നെ മുറിച്ച് അങ്ങോട്ട് ഓരി വെക്കുകയാണ്. ഓരോടെ തന്നെ അങ്ങോട്ട് കത്തിയും വാങ്ങി എല്ലാവർക്കും വത്തക്ക മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. എന്നിട്ടാണ് പിന്നെ അടുത്ത നടത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് വടകര സാൻഡ് ബാഗ്സിലേക്കാണ്. സാൻഡ് ബാഗ്സ് കടൽ തീരവും പിന്നെ ചെറിയൊരു പാർക്കും, ചെറിയ പാർക്കല്ല കേട്ടോ. ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ ആരും കയറിയിട്ടില്ലത് കണ്ടില്ല. അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് ഉള്ളതുകൊണ്ടല്ല, എല്ലാവർക്കും കടലായിരുന്നു ലക്ഷ്യം. കടൽ തീരത്ത് അങ്ങനെ ആ ഒരു ബീച്ചിൻ്റെ അവിടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് മക്കളെയും കൊണ്ടൊക്കെ നടക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മൂത്തമ്മ ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി അതും വാങ്ങി കഴിച്ചും കൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് നിന്നു കേട്ടോ. വ്ളോഗിന് അത് 1 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. അവിടുത്തെ കലാവിരുതുകളും ആഘോഷിക്കലും വെള്ളത്തിച്ചാടലും കളിയും ജപയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കേട്ടോ ഇനിയിപ്പോൾ നേരെ തിരിച്ച് പുരയിലേക്കാണ് കയറിയിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴും ആരും സൈലൻ്റായിട്ട് സൈഡായിട്ടൊന്നുമില്ല കേട്ടോ. രാത്രി ആയപ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളും ഞങ്ങളും ഒക്കെ നല്ല അടിച്ച് പൊളിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടും കുടുംബവും എല്ലാവരും കൂടി ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ പോവണല്ലേ. അത് നമുക്കൊരു സന്തോഷം തന്നെയാണല്ലേ. എന്തായാലും ഞങ്ങളെല്ലാവരും ഇതാട്ടോ തിരിച്ച് ബസ് കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.